Friends, welcome to my channel CS Edu Corner. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് യൂണിറ്റിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ അതായത് അൽഗോരിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ ഈ ചാപ്റ്ററിനെ ഫുൾ കവർ ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് പാർട്ടായിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ എന്താണ് അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം എന്താണെന്ന് ആദ്യം നമ്മൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ ആ പ്രോബ്ലം എന്താണെന്ന് നമ്മൾ ആദ്യം അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള വഴികൾ എന്താണെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് അൽഗോരിതം എന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു നല്ല രീതിയിൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളതിനെ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെക്കും. ഫസ്റ്റ് ഇന്ന സ്റ്റെപ്പ് ചെയ്യുക, സെക്കൻഡ് ഇത് ചെയ്യുക, അങ്ങനെ ആ ഒരു ഓർഡറിൽ ചെയ്ത് വെക്കുന്നതിനെയാണ് അൽഗോരിതം എന്ന് പറയുന്നത്. ഇപ്പോൾ ചെറിയ ചെറിയ പ്രോഗ്രാമുകളാണെങ്കിൽ നമുക്ക് അൽഗോരിതം എഴുതാണ്ട് വേണമെങ്കിലും ചെയ്യാൻ എളുപ്പമായിരിക്കും. പക്ഷേ ഒരു ബിഗർ പ്രോഗ്രാം വരുമ്പോൾ അൽഗോരിതത്തിൻ്റെ പാട്ടെന്ന് പറഞ്ഞാൽ അതൊരു വലിയ പാട്ടാണ്. കാര്യം വെച്ചാൽ നമുക്ക് ആ ഒരു അൽഗോരിതം എഴുതിയത് നോക്കിയിട്ട് അൽഗോരിതം വെച്ചിട്ട് സിമ്പിളായിട്ട് നമുക്കതിനെ പ്രോഗ്രാമിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അൽഗോരിതം ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫ്ലോ ചാർട്ട് ഉണ്ടാക്കുക എന്നാണ്. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അൽഗോരിതം പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ എഫക്റ്റീവ് മെത്തേഡ് എക്സ്പ്രസ്ഡ് ആസ് എ ഫൈനൈറ്റ് ലിസ്റ്റ് ഓഫ് വെൽ ഡിഫൈൻഡ് ഇൻസ്ട്രക്ഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് എ ഫംഗ്ഷൻ സ്റ്റാർട്ടിംഗ് ഫ്രം ഇനിഷ്യൽ സ്റ്റേറ്റ് ആൻഡ് ഇനിഷ്യൽ ഇൻപുട്ട്. ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റേറ്റിൽ ഇനിഷ്യൽ ഇൻപുട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നിരത്തി വെക്കുന്ന ഒരു എഫക്റ്റീവ് മെത്തേഡാണ് അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അൽഗോരിതം എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ടു സോൾവ് പ്രോബ്ലം ഈസ് കോൾഡ് അൽഗോരിതം. അപ്പോൾ നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റിൽ മാഗി നൂഡിൽസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് അൽഗോരിതത്തിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കൂല്ലേ മാഗി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്, എന്നിട്ട് നമ്മൾ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത് എഴുതും. എപ്പോഴും ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ടും ലാസ്റ്റ് സ്റ്റെപ്പ് സ്റ്റോപ്പും ആയിരിക്കും. അപ്പോൾ അതിനിടയിലുള്ളതാണ് ഈ വർക്ക് എന്താണ് സംഭവം എന്നുള്ളത് എഴുതുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും? ഒരു പാനിൽ വെള്ളം എടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും? അത് ബർണറിൽ വെക്കും, എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്യും ഇല്ലേ, എന്നിട്ട് മാഗി മസാല അതിനകത്ത് ഇടും, എന്നിട്ട് അത് 2 മിനിറ്റ് ബോയിൽ ചെയ്യും, എന്നിട്ടത് പാൻ എടുക്കും അല്ലേ, എന്നിട്ട് മാഗിയെ പാനിൽ നിന്ന് സ്പൂണിൻ്റെ ഹെൽപ്പോടുകൂടി ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യും. ഇത്രയല്ലേ നടക്കുന്നത്? അത് ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതിയേക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് 2 നമ്പർ ആഡ് ചെയ്യണം എന്നാണെങ്കിൽ എന്താവുക? ആദ്യം നമ്മൾ സ്റ്റാർട്ട് കൊടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും? 3 വേരിയബിൾസ് റീഡ് ചെയ്യും. 3 വേരിയബിൾസ് റീഡ് A B C. എന്തിനാണ് C എന്ന് പറഞ്ഞിട്ടുള്ളത്? C = A+B. എയും ബിയും ആഡ് ചെയ്തിട്ട് സിക്കകത്തോട്ട് വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് C എന്ന് പറയുന്നൊരു വേരിയബിൾ. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ പ്രിൻറ്റ് സിയുടെ വാല്യൂ നമ്മൾ പ്രിൻറ്റ് ചെയ്യും അല്ലേ, എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യും. ഇത്രയാണ് ഒരു അഡീഷൻ്റെ അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അൽഗോരിതം എന്ന് എന്താണെന്ന് മനസ്സിലായോ? ഇനി ഇതിൻ്റെ ഓരോ രീതികളുണ്ട്, അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷനെ പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. അതിന് മെയിനായിട്ട് 3 വഴികളാണുള്ളത്: സീക്വൻസ് സ്റ്റേറ്റ്മെൻറ്റ്, സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഐട്രേഷൻ ഓർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. ഇങ്ങനെയുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് നമ്മൾ കൺട്രോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി സീക്വൻസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇൻസ്ട്രക്ഷനും ഒന്നിന് പുറകെ ഒന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിനെയാണ് നമ്മൾ സീക്വൻസ് സ്റ്റേറ്റ്മെൻ്റ് ഉള്ള ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിനകത്ത് കണ്ടോ, ഗുഡ് മോർണിംഗ് പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരു അൽഗോരിതമാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ആദ്യം എന്ത് ചെയ്യും? സ്റ്റാർട്ട്, അവസാനം സ്റ്റോപ്പ്. ഇടയിൽ എന്താ ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഗുഡ് മോർണിംഗ് എന്ന് പ്രിൻറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അത് പ്രിൻറ്റ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ഇത് ലൈൻ ബൈ ലൈനായിട്ട് നടക്കുകയാണല്ലേ, ഒരു സീക്വൻസ് നടക്കുകയാണ്. അതുകൊണ്ട് ഇതിനെ ഒരു സീക്വൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ടെക്സ്റ്റിനകത്ത് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ കാണാനുള്ള ഇതും കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മൾക്ക് എന്താ വേണ്ടുന്നത്? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ കാണാൻ റെക്റ്റാങ്കിളിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും വേണം. അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് വേറൊരു വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്യണം. ഇത്ര കാര്യങ്ങളല്ലേ വേണ്ടുന്നത്. അപ്പോൾ അതെങ്ങനെയാവും എഴുതുക? ആദ്യം നമ്മൾ സ്റ്റാർട്ട് പറയും, സെക്കൻഡ് എന്താ? ഏരിയ എന്ന് പറയുന്ന വേരിയബിളിനകത്തോട്ടാണ് ലെങ്തും ബ്രെഡ്ത്തും മൾട്ടിപ്ലൈ ചെയ്ത് സേവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 3 വേരിയബിൾ ഉണ്ട്. അപ്പോൾ നമ്മൾ അതെവിടെ എങ്ങനെ എഴുതും?
take length and breadth and store them as L and B. എന്നിട്ട് എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ L and B ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ ഏരിയ. എന്നിട്ട് എന്ത് ചെയ്യും? പ്രിൻറ്റ് ഏരിയ. നമ്മളിപ്പം അഡീഷൻ്റെ കാര്യം പറഞ്ഞ കണക്ക് തന്നെയാണ് ഇതും. നെക്സ്റ്റ് സ്റ്റോപ്പ്. അപ്പോൾ ആദ്യം എല്ലിൻ്റെയും ലെങ്തിൻ്റെയും ബ്രെഡ്ത്തിൻ്റെയും വാല്യൂ എല്ലും ബിയും ആയിട്ട് എടുത്തു. അതിന് ഞാൻ റീഡ് എ ബി, നേരത്തെ എ ബി എന്ന് പറഞ്ഞ കണക്ക് തന്നെ ഇവിടെ നിങ്ങളുടെ അൽഗോരിതത്തിൽ ടേക്ക് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ആൻഡ് സ്റ്റോർ ദം ആസ് എൽ ആൻഡ് ബി എന്ന് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഈ പറഞ്ഞ 2 എക്സാമ്പിളിലും ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്തത് സീക്വൻഷ്യൽ ഓർഡറിലാണ്. ഇനി അടുത്തത് സെലക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ്. സെലക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യും. ആ കണ്ടീഷൻ ട്രൂ ആണ് അല്ലെങ്കിൽ ഫോൾസ് ആണ്. ട്രൂ ആകുമ്പോൾ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഫോൾസ് ആണെങ്കിൽ വേറൊരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. അതാണ് ഒരു കണ്ടീഷണൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഹോൾ പ്രോഗ്രാമായിട്ട് എക്സിക്യൂട്ട് ചെയ്യില്ല. ഒരു പാർട്ട് ഓഫ് ദ പ്രോഗ്രാം മാത്രമായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരാൾ വോട്ട് ചെയ്യാൻ എലിജിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ എന്ത് വേണം? മോർ ദാൻ ഓർ ഈക്വൽ ടു 18 ഇയേഴ്സ് ഓൾഡ് വേണമല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് ഏജ് കൊടുത്തു. എന്നിട്ട് ആ ഏജ് എന്ന് പറഞ്ഞ് വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്തു. എന്നിട്ട് ഏജ് വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ചെക്ക് ചെയ്യുന്നത് ട്രൂ ആണെങ്കിൽ സ്റ്റെപ്പ് 4 പോകുന്നു, പ്രിൻറ്റ് എലിജിബിൾ ടു വോട്ട്. എന്നിട്ട് എന്ത് ചെയ്യും? ഗോ ടു 6 എന്ന് പറയുന്ന സ്റ്റോപ്പ്. ഇനി അഥവാ അല്ല, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ എക്സിക്യൂട്ട് ആവുന്നില്ല ആണ് എന്നുണ്ടെങ്കിൽ, ഗ്രേറ്റർ ദാൻ 18 ആണെങ്കിൽ. ഇനി ഗ്രേറ്റർ ദാൻ 18 അല്ലെങ്കിലോ സ്റ്റെപ്പ് 5 പോവും, നോട്ട് എലിജിബിൾ ടു വോട്ട്. ഇതാണ് പറഞ്ഞത് സെലക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. കുറച്ച് പോർഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു കണ്ടീഷണൽ ടെസ്റ്റ് നോക്കിയിട്ട്. ആദ്യം സ്റ്റാർട്ട് ചെയ്തു, ഏജ് കൊടുത്തു. ഏജിൻ്റെ വാല്യൂ 18 കൂടുതലാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവുക. അവിടെ എന്ത് ചെയ്യും? പ്രിൻറ്റ് ചെയ്യും എലിജിബിൾ ടു വോട്ട്. എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യും. ഇനി അല്ല, ഏജിൻ്റെ വാല്യൂ ലെസ് ദാൻ 18 ആണെന്നുണ്ടെങ്കിൽ എവിടെ പോവും? അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവും, നോട്ട് എലിജിബിൾ ടു വോട്ട്. എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ഇത്രയാണ് സെലക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി അടുത്തത് ഐട്രേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷൻ ടെസ്റ്റ് ചെയ്തിട്ട് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. അതിനെയാണ് ഐട്രേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷന് മോർ ദാൻ 1 ടൈം എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് ഐട്രേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ടൈപ്പ് ഓഫ് എക്സിക്യൂഷനെ ലൂപ്പിംഗ് അല്ലെ ഐട്രേഷൻ എന്നും പറയും. അത് എക്സാമ്പിൾ നോക്കാം നമുക്ക്. നാച്ചുറൽ നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരു അൽഗോരിതമാണത്. അപ്പം നമ്മൾ എന്ത് വേണം? നമുക്കൊരു ഇൻറ്റീജർ വേണം അല്ലേ വാല്യൂ സ്റ്റോർ ചെയ്യാൻ. എന്നിട്ട് ഒരു ഐ എന്ന് പറഞ്ഞ് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വാല്യൂ ആണ്. ഐ വാല്യൂയിലോട്ട് 1 സ്റ്റോർ ചെയ്ത് വെച്ചു. നാച്ചുറൽ നമ്പർ എന്ന് വെച്ചാൽ 1 എന്നല്ലേ തുടങ്ങുക, അതുകൊണ്ടാണ് ഐയിൽ 1 എന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് ടേക്ക് എനി നമ്പർ, ഏതെങ്കിലും ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഐയിലോട്ട് 1 സ്റ്റോർ ചെയ്തു. എന്നിട്ട് ഐയുടെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണോ നോക്കും. ഐയുടെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണ് എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് 5 പോയിട്ട് ഐയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? സ്റ്റെപ്പ് 8 പോയി സ്റ്റോപ്പ് ചെയ്യും. ഇപ്പോൾ ഐയുടെ വാല്യൂ എൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഐ ആണെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഐയുടെ വാല്യൂ ഒന്നുകൂടെ ഇൻക്രിമെൻറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഗോ ടു സ്റ്റെപ്പ് 4, വീണ്ടും പോയി നോക്കും. അങ്ങനെ ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യും, പ്രിൻറ്റ് ചെയ്യും, ഇൻക്രിമെൻറ്റ് ചെയ്യും, പ്രിൻറ്റ് ചെയ്യും. അങ്ങനെ എത്ര വാല്യൂ ആണോ എന്നിന് കൊടുത്തത് അതുവരെ ഇങ്ങനെ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ നാച്ചുറൽ നമ്പർ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഏതെങ്കിലും ഒരു നമ്പർ എടുത്തിട്ട് അതിനെ ഇപ്പം 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സാണ് പ്രിൻറ്റ് ചെയ്യേണ്ടതെങ്കിൽ എന്നിൻ്റെ വാല്യൂ 10 ആയിട്ട് കൊടുത്തു. ഐയിൽ 1 സെറ്റ് ചെയ്തു. ഐയുടെ വാല്യൂ, അതായത് ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ എന്ന് നോക്കി. അപ്പോൾ ആണെങ്കിൽ എവിടെ പോയി? ഐയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്തു 1. പിന്നെയും പോയി ഐയുടെ വാല്യൂ 1 ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തു. ഒരു വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യും. അപ്പോൾ ഐയുടെ വാല്യൂ 2 ആയില്ലേ 1 എന്നുള്ളത്. അപ്പോൾ 2 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ് അല്ലേ. അപ്പോൾ വീണ്ടും 2 പ്രിൻറ്റ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോയി.
അടുത്ത സ്റ്റെപ്പിലോട്ട് പോയി അവിടെ ഐയുടെ വാല്യൂ 3 ആയി. 3 ആയിട്ട് പോയിട്ട് നോക്കി 3 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ നോക്കി. അപ്പോൾ 3 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആയതുകൊണ്ട് 3 പ്രിൻറ്റ് ചെയ്തു. ഇനി അടുത്തത് ഐയുടെ വാല്യൂ പിന്നെ ഇൻക്രിമെൻറ്റ് ചെയ്തു. അപ്പോൾ ഐയുടെ വാല്യൂ 4 ആയി അല്ലേ. അപ്പോൾ 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്, അതുകൊണ്ട് 4ഉം പ്രിൻറ്റ് ചെയ്തു. മനസ്സിലായോ? അങ്ങനെ 10 വരെ പ്രിൻറ്റ് ചെയ്യും. അതാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഒരു കണ്ടീഷൻ ടെസ്റ്റ് ചെയ്തിട്ട് കുറേ നേരം, അതായത് ഒന്നിൽ കൂടുതൽ തവണ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനെയാണ് ലൂപ്പിംഗ് അല്ലെങ്കിൽ ഐട്രേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഫ്ലോ ചാർട്ടാണ്. അൽഗോരിതം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഫ്ലോ ചാർട്ടാണ്. ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അൽഗോരിതം എഴുതിയതിന് നമ്മളൊരു ഗ്രാഫിക്കൽ ഫോമിൽ സിമ്പിൾസ് ഉപയോഗിച്ചിട്ട് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്ലോ ചാർട്ടിംഗ് എന്ന് പറയുന്നത്. ഫ്ലോ ചാർട്ടിങ്ങിന് ഉപയോഗിക്കുന്ന സിമ്പിൾസാണ് ഇതൊക്കെ. സ്റ്റാർട്ടിനും സ്റ്റോപ്പിനും നമ്മൾ ഈ ഓവൽ ഷേപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇൻപുട്ട് അല്ലെ ഔട്ട്പുട്ടിന് പാരലോഗ്രാം ഷേപ്പും പ്രോസസ്സിങ്ങിന് റെക്റ്റാങ്കിൾ ഷേപ്പും ഡിസിഷൻ ബോക്സ്, അതായത് കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യില്ലേ അതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഡിസിഷൻ ബോക്സ്. പിന്നെ ഫ്ലോ ഓഫ് കൺട്രോൾ എപ്പോഴും ഇങ്ങനെ ആയിരിക്കും, താഴോട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്ന ഇങ്ങനെ വരുന്നത്. പിന്നെ കണ്ടീഷൻ വരുമ്പോൾ അത് യെസ് ഓർ നോ എങ്ങോട്ടാണോ അങ്ങനെ പോവും, ഫ്ലോ ഓഫ് കൺട്രോൾ. പിന്നെ കണക്ടറാണ് ഇത് നമുക്ക് യൂസ് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇനി സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ളൊരു ഫ്ലോ ചാർട്ടാണ് ഇത് പറഞ്ഞേക്കുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാൻ നമുക്ക് എന്ത് വേണം? ആദ്യം നമുക്ക് ആ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു അനാലിസിസ് നോക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ PRT/100 ആണ് അല്ലേ. അപ്പം നമുക്ക് എന്ത് വേണം? പിയും ആറും ടിയും വേണം. എന്നിട്ട് ഇത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി SI എന്ന് പറയുന്നൊരു വേരിയബിളും വേണം. ഇത്രയും കാര്യങ്ങളല്ലേ വേണ്ടുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ഓവൽ ഷേപ്പിലാണെന്ന് പറഞ്ഞു. ഇനി അടുത്തത് ഇൻപുട്ട് കൊടുക്കുന്നത്. ഇൻപുട്ടും ഔട്ട്പുട്ടും പാരലോഗ്രാമിലാണെന്ന് പറഞ്ഞു. ഇൻപുട്ട് എന്തൊക്കെയാണ് വേണ്ടുന്നത്? PRT ആണ് വേണ്ടുന്നത് അല്ലേ. ഇനി അടുത്തത് പ്രോസസ്സിംഗ് ആണ്. ഈ അഡീഷനും സബ്ട്രാക്ഷനും ഇക്വേഷൻ സോൾവിങ് എല്ലാം പ്രോസസ്സിംഗ് ബോക്സ്, അതായത് റെക്റ്റാങ്കിളിലാണ് വേണ്ടത്. അപ്പോൾ ആ റെക്റ്റാങ്കിൾ SI = PRT/100 കൊടുത്തു. എന്നിട്ട് പ്രിൻറ്റ് ചെയ്യാൻ, അതായത് ഔട്ട്പുട്ട് അല്ലേ പ്രിൻറ്റ്, ഔട്ട്പുട്ടിന് പാരലോഗ്രാം, അതിനകത്ത് SI പ്രിൻറ്റ് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, ഇതൊരു സീക്വൻഷ്യൽ ഇൻസ്ട്രക്ഷൻ മെത്തേഡാണ് അല്ലേ. സീക്വൻഷ്യൽ ഫോമിലല്ലേ പോകുന്ന 1/1 ആയിട്ട്, കണ്ടീഷനൊന്നും ചെക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫ്ലോ ചാർട്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് സെലക്റ്റീവ് വരുന്നതാണ്. ഇവിടെ നമുക്ക് 2 നമ്പർ തന്നിട്ട് ഇതിലേതാണ് ബിഗ് എന്ന് ചെക്ക് ചെയ്യാൻ പോവുക നമ്മൾ. എന്നിട്ട് ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ളത് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് എയും ബിയും 2 വാല്യൂ ഉണ്ട്, എയും ബിയും അല്ലേ. ഇൻപുട്ട് ചെയ്തു. അപ്പോൾ A > B ആണോ എന്ന് ചെക്ക് ചെയ്യും. A > B ആണെങ്കിൽ നമ്മൾ എനെ പ്രിൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ ബിയെ പ്രിൻറ്റ് ചെയ്യും. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, എയും ബി ഇൻപുട്ട് കൊടുത്തു, എന്നിട്ട് ചെക്ക് ചെയ്തു A > B ആണോ എന്ന്. ആണെന്നുണ്ടെങ്കിൽ നമ്മൾ A is big എന്ന് എഴുതി, അല്ലെന്നുണ്ടെങ്കിൽ B is big എന്ന് എഴുതി, സ്റ്റോപ്പ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് എവിടെ നടക്കുന്നത്? ബിഗ്ഗർ നമ്പർ കണ്ടുപിടിക്കാൻ നടക്കുന്നത്. ഇതാണ് ഒരു സെലക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഫ്ലോ ചാർട്ടിൻ്റെ എക്സാമ്പിളാണ് ഇത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഫ്ലോ ഓഫ് കൺട്രോൾ കണ്ടോ, താഴോട്ട് വന്നിട്ട് കണ്ടീഷനിൽ വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഓക്കെ, ഇനി അടുത്തത് ഫാക്ടോറിയൽ ഓഫ് എനി നമ്പർ കണ്ടുപിടിക്കാനുള്ളതാണ്. ഇതൊരു ഐട്രേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിന് എക്സാമ്പിളാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇപ്പോൾ 2ൻ്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 × 2 = 2. 3യുടെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 × 2 × 3. 0യുടെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. ഇനി നെഗറ്റീവ് നമ്പേഴ്സിന് ഫാക്ടോറിയൽ ഇല്ല. ഓക്കെ, അപ്പം അതിൻ്റെ ഇനിഷ്യൽ വാല്യൂ, ഫാക്ടോറിയലിൻ്റെ എപ്പോഴത്തെ ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് 3യുടെ ഫാക്ടോറിയൽ കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ആദ്യം നമ്മൾ 3 എന്നിനകത്ത് ഇൻപുട്ട് ചെയ്ത് കൊടുത്ത് 3 ആണ്. അപ്പോൾ ഐയുടെ വാല്യൂ 1, എഫ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ 1 ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. എന്നിട്ട് ചെക്ക് ചെയ്തു ഐ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണോ, 1 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണല്ലേ. അപ്പോൾ എന്ത് ചെയ്തു? എഫിനകത്തോട്ട് എന്ത് ചെയ്തു? എന്ത് വാല്യൂ സ്റ്റോർ ചെയ്തു? എഫ് × ഐയുടെ വാല്യൂ 1 ആണല്ലേ, 1. അപ്പോൾ എഫിനകത്തോട്ട് 1 എന്ന വാല്യൂ സ്റ്റോർ ചെയ്തു. ഇനി അടുത്തത് എന്ത് ചെയ്തു? ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തു. അപ്പോൾ ഐയുടെ വാല്യൂ 2 ആയി. അപ്പോൾ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n3 ആണല്ലേ. അപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ വന്ന് 1ൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എത്ര കിട്ടി?
2 തന്നെ കിട്ടി. ഇനി ഐയുടെ വാല്യൂ ഒന്നുകൂടി ഇൻക്രിമെൻറ്റ് ചെയ്തപ്പോൾ ഐയുടെ വാല്യൂ 3 ആയി. അതെന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, വീണ്ടും ഇവിടെ വന്നു, എഫിൽ കിടക്കുന്ന വാല്യൂ 2 ആണ്. ആ 2ൻ്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എത്ര വന്നു, 6 വന്നു. എന്നിട്ട് വീണ്ടും ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് നോക്കിയപ്പോൾ ഉണ്ട് ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n അല്ല, ഗ്രേറ്റർ ദാൻ ആണ്. അപ്പോൾ എന്ത് ചെയ്തു, എഫ് പ്രിൻറ്റ് ചെയ്തു. അതുവരെയുള്ള എഫിനകത്തുള്ള വാല്യൂ എത്രയാണ്, 6. ക്ലിയർ ആയോ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയണമെങ്കിൽ പറയാം. ഇൻപുട്ട് നമ്മൾ ചെയ്തത് 3 ആണ്. ഐയുടെ വാല്യൂ 1 ആയിട്ട് സെറ്റ് ചെയ്തു. ഫാക്ടോറിയൽ എഫിൻ്റെ വാല്യൂ 1 ആയിട്ട് സെറ്റ് ചെയ്തു. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണെന്ന് കണ്ടീഷനുണ്ട്. അപ്പോൾ എന്നിന് 3 ആണല്ലേ. അപ്പോൾ ഐയിൽ ആദ്യത്തെ വാല്യൂ 1 ആണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. ആണെങ്കിൽ എന്ത് ചെയ്യും, എഫ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഫ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഐ. അപ്പോൾ 1 ഇൻറ്റു 1 എന്ത് വന്നു, 1 തന്നെ വന്നു. എഫിൽ എന്ത് വാല്യൂ സ്റ്റോറായി, 1 സ്റ്റോറായി അല്ലേ. ഇനി അടുത്തത് എന്ത്, ഐ ഈക്വൽ ടു ഐ പ്ലസ് 1 എന്ന് വെച്ചാൽ ഐയുടെ വാല്യൂ 1 കൂടി. അപ്പോൾ എന്ത് പറ്റി, 1 + 1 2 ആയി ഐയുടെ വാല്യൂ അല്ലേ. അപ്പോൾ ഐയുടെ വാല്യൂ 2 ആയപ്പോൾ 2 വന്ന് ചെക്ക് ചെയ്തു. 2 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണല്ലേ. അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ എഫിനകത്ത് 1 ഉണ്ട്. അപ്പോൾ 1ൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 2 വന്നു. ഇനി അടുത്തത് ഐ വീണ്ടും ഇൻക്രിമെൻ്റ് ആയപ്പോൾ ഐയുടെ വാല്യൂ 3 ആയി. അപ്പോൾ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണ്, 3 ആണല്ലേ. അപ്പോൾ ഇവിടെ വന്ന് പിന്നെ നോക്കിയപ്പോൾ എഫിൽ കിടക്കുന്നത് 2 ആണ്. അപ്പോൾ 2ൻ്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്തു, 6 ആയി. പിന്നെ ഇൻക്രിമെൻറ്റ് ചെയ്ത് മുകളിൽ പോയി നോക്കിയപ്പോൾ 4 ആയി ഐയുടെ വാല്യൂ. 4 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 അല്ല. അപ്പോൾ എന്ത് പറ്റി, എഫിൻ്റെ വാല്യൂ അതായത് 6 പ്രിൻറ്റ് ചെയ്തു. ഇത്രയാണ് ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്സ്. ഇനി അടുത്തത് ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് ലൂപ്സ് ആണ്. ഇതെന്ന് വെച്ചാൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് n ടൈംസ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനെയാണ് നമ്മൾ ഫൈനൈറ്റ് ലൂപ്പ് എന്ന് പറയുന്നത്. n ടൈംസ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് നമ്പർ ഓഫ് ടൈംസ്. ചില സമയത്ത് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട്സ് വിത്തൗട്ട് എൻഡ്, അതായത് ഇൻഫിനിറ്റ് ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ ഇൻഫിനിറ്റ് ലൂപ്പ് എന്ന് പറയുന്നത്. ഇവിടെ 1 to ഇൻഫിനിറ്റി ആണ് കാണാനുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തൊട്ട് ഇൻഫിനിറ്റി വരെയുള്ള നമ്പർ പ്രിൻറ്റ് ചെയ്യാനുള്ള ഫ്ലോ ചാർട്ടാണ്. അപ്പോൾ ഇൻപുട്ട് കൊടുത്തു, ഐയുടെ വാല്യൂ 1 ആയിട്ട് സെറ്റ് ചെയ്തു. അപ്പോൾ 1 തൊട്ട് എന്നുള്ളതുകൊണ്ടാണ് ഐയുടെ വാല്യൂ 1 ആയിട്ട് സെറ്റ് ചെയ്തത്. അപ്പം 1 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മൾ ഇത്രയും നേരം ചെയ്ത കണക്ക് ആദ്യമേ 1 കൊടുത്തു. ഇപ്പം എന്നിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആണെന്നുണ്ടെങ്കിൽ ഈ ലൂപ്പ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. എൻ്റെ വാല്യൂ ഇപ്പോൾ 3 ആണെന്ന് വെച്ചോ, 3 ആണെങ്കിൽ വന്ന് നോക്കും 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണോ, ആണെങ്കിൽ 1 പ്രിൻറ്റ് ചെയ്തു. അല്ലെങ്കിൽ 1 പിന്നെ എന്തിറ്റി, പിന്നെ വന്നിട്ട് ഐയുടെ വാല്യൂ 2 ആണോ എന്ന് നോക്കുന്നു. അതിങ്ങനെ ആ ഒരു ലൂപ്പ് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ഓക്കെ, ഇവിടെ ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവുന്നില്ല, ആ ഒരു ലൂപ്പ് ഇങ്ങനെ കിടക്കുക, സ്റ്റോപ്പില്ല അതിന്. ഐയുടെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആയി കഴിഞ്ഞാൽ മാത്രമേ ഒരു സ്റ്റോപ്പ് വരുള്ളൂ. ഇങ്ങനെയുള്ള ലൂപ്പിനെയാണ് നമ്മൾ എൻഡ്ലെസ് ലൂപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇൻഫിനിറ്റ് ലൂപ്പ് എന്നും പറയും. ഓക്കെ, ഇത്രയാണ് നിങ്ങളുടെ ഈ ഒരു ചാപ്റ്ററിനകത്തുള്ളത്. സിമ്പിൾ ചാപ്റ്ററാണ്, അതുകൊണ്ടാണ് ഒരൊറ്റ പാർട്ടായിട്ട് ചെയ്ത് തീർത്തത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.